ഇൻട്രൊഡക്ഷൻ തരാം. നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു തേനീച്ച കൂടാണ്. ഒരു തേനീച്ച കൂടിന് നമ്മൾ ബീ ഹൈവ് എന്നാണ് പറയാ. ഒരു ബീസ് ഉണ്ടാവും, ഫീമെയിൽ ബീസ് ഉണ്ടാവും, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വീൻ ഉണ്ടാവും. ഈ മെയിൽ ബീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേനീച്ച കൂടിലെ മടിയന്മാരെന്ന് അവർ പറയുന്നത്. ഇവരെ മെയിൻ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീമെയിൽ ബീസ് കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന തേനും പൂമ്പൊടിയൊക്കെ കഴിച്ചു തീർക്കലും പിന്നെ റാണിയുമായിട്ട് മേറ്റ് ചെയ്യുന്നതോടുകൂടി ചത്തുപോവാണ് മെയിൽ ബീസ്. ഫീമെയിൽ ബീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കർ ബീസ് എന്ന് അറിയപ്പെടുന്നത്. ഇവരാണ് ഒരു തേനീച്ചക്കൂടിലെ എല്ലാ ജോലികളും ചെയ്യുന്നത്. ഈ കൂട് ഉണ്ടാക്കുന്നതും കൂടിനെ സംരക്ഷിക്കുന്നതും റാണിയെ സംരക്ഷിക്കുന്നതും പിന്നെ ഹണി കളക്ട് ചെയ്തുകൊണ്ട് നറകളിൽ സൂക്ഷിക്കുന്നതും പിന്നെ ഈ റാണിയെ സെലക്ട് ചെയ്തെടുക്കുന്നതും ഈ ഫീമെയിൽ ബീസ് ആണ്. ഇവരെങ്ങനെയാണ് ഇവരെ റാണിയെ സെലക്ട് ചെയ്തെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫീമെയിൽ ബീസിൽ തന്നെ പ്രായം കുറഞ്ഞ ബീസ് ഉണ്ട്. അതായത് 6 മുതൽ 15 ദിവസം മാത്രം പ്രായമുള്ള ഫീമെയിൽ ബീസ്. അവരുടെ തലയിലുള്ള 2 കൊമ്പുകളില്ലേ, ആ രണ്ടും അവരുടെ ഗ്രന്ഥികളാണ്. ഹൈപ്പോഫരീജിയൻ ഗ്രന്ഥിയും മാൻഡിബുലാർ എന്ന് പറഞ്ഞ ഗ്രന്ഥിയും. ഈ ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന 2 സ്രവങ്ങൾ ദ്രാവക രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അതിന് പറയുന്ന പേര് റോയൽ ജെല്ലി എന്നാണ്. ആ റോയൽ ജെല്ലി അവർ ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ല് നോക്കി സെലക്ട് ചെയ്ത് ആ റോയൽ ജെല്ല് അവർ അതിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ആ സെല്ലിൽ ഓൾറെഡി ഒരു തേനീച്ചയുടെ മുട്ട വിരിഞ്ഞ് പുഴു സ്റ്റേജ് ഉണ്ടാവും. ആ പുഴു എന്നിട്ട് ആ റോയൽ ജെല്ല് ഫീഡ് ചെയ്ത് ഒരു ലാർവ സ്റ്റേജ് വന്ന് പിന്നീട് അതൊരു പ്യൂപ്പ സ്റ്റേജിലേക്ക് മാറി പിന്നീട് കുറച്ച് ദിവസം സമാധി സ്റ്റേജിൽ കിടന്ന് തേനും വെള്ളവും പൂമ്പൊടിയൊക്കെ കഴിച്ച് ഒരു 16 ദിവസത്തിനുള്ളിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്വീൻ ആയിട്ട് മാറി വരാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടായി വരുന്ന ആ ക്വീൻ അത്രയ്ക്ക് സ്ട്രോങ് ഉള്ളതല്ലാന്നുണ്ടെങ്കിൽ, അതായത് ഒരു ദിവസം 2000 എഗ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ക്വീൻ ഉണ്ടാവണം. ആ കപ്പാസിറ്റി അതിനില്ല എന്ന് ഈ ഫീമെയിൽ ബീസിന് തോന്നുകയാണെങ്കിൽ ഇവർ തന്നെ ഈ ക്വീനെ കൊന്നു കളഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ റോയൽ ജെല്ല് പ്രൊഡ്യൂസ് ചെയ്ത് മറ്റൊരു പുതിയ ക്വീനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു തേനീച്ചക്കൂട്ടിൽ എപ്പോഴും നടക്കുന്ന പ്രോസസ്സ്. ഓക്കെ, നിങ്ങളോട് ഒരു ചെറിയൊരു വിഷയം പ്രധാനമായും 3 തരം ഈച്ചകളുണ്ട്. വേനൽക്കാലികൾ എന്നറിയപ്പെടുന്ന പെണ്ണീച്ചകൾ, റാണി ഈച്ച, ആണീച്ചകൾ. വേനൽക്കാലികൾ എന്നറിയപ്പെടുന്ന പെണ്ണീച്ചകളാണ് കൂടുതൽ. കൂട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നത് പെണ്ണീച്ചകളാണ്. തേൻ ശേഖരിക്കുന്നതും അറകളിൽ സൂക്ഷിക്കുന്നതും കൂടിനെ കാവലിരിക്കുന്നതും എല്ലാം പെണ്ണീച്ചകൾ തന്നെയാണ്. റാണി ഈച്ച കൂടിന്റെ രാജ്ഞിയാണ്. റാണി ഈച്ചയ്ക്ക് മറ്റ് പെണ്ണീച്ചകളെക്കാൾ വലിപ്പം കൂടുതലാണ്. മുട്ടയിടാനുള്ള കഴിവ് റാണിക്ക് മാത്രമേ ഉള്ളൂ. ഒരു റാണി ഈച്ച ഒരു ദിവസം ഏകദേശം 2000 മുട്ടകൾ വരെ ഉൽപ്പാദിപ്പിക്കും. ആണീച്ചകൾ ഒരു ജോലിയും ചെയ്യാതെ മടിയന്മാരെന്നാണ് ആണീച്ചകളെ വിളിക്കുന്നത്. റാണിയുമായി ഇണചേരുക മാത്രമാണ് ആണീച്ചകളുടെ കർമ്മം. ഒരു ദിവസം ഒരു തേനീച്ച ഏകദേശം 50 മുതൽ 100 പൂക്കളിൽ നിന്ന് വരെ തേൻ ശേഖരിക്കും. തേനീച്ചകളുടെ
ഒരു ജോലിക്കാരി പൂമ്പൊടിയോ തേനിന്റെയോ ഒരു ഉറവിടം കണ്ടുപിടിച്ചാൽ അത് മറ്റുള്ളവർക്ക് അറിയിക്കുന്നത് ഒരു നൃത്ത ഭാഷയിലൂടെയാണ്. ഇതുമൂലം അവർക്ക് നേരെ ഭക്ഷണ സ്ഥലത്തേക്ക് പറക്കാൻ കഴിയും. സൂര്യനെ ഒരു പ്രത്യേക മണ്ഡലമാക്കിയാണ് ഇവ വഴി